6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നഗരത്തിലെ നിരത്തുകളിൽ വീണ്ടും ബൈക്ക് ടാക്സികൾ. ബംഗളൂരുവിൽ ഹൈക്കോടതി അനുമതി നൽകിയതോടെ നഗരത്തിലെ നിരക്കുകളിൽ വീണ്ടും ബൈക്ക് ടാക്സികൾ സർവീസ് ആരംഭിച്ചു. 6 മാസത്തെ നിരോധനത്തിന് ശേഷം തിരിച്ചെത്തിയ ബൈക്ക് ടാക്സികൾ ഇപ്പോഴും പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിലും നഗരവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഓഫീസ് ജീവനക്കാരും കോളേജ് വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചെലവ് കുറഞ്ഞതും എളുപ്പമുള്ളതുമായ ഗതാഗത മാർഗമായി ബൈക്ക് ടാക്സികളെ ആവേശത്തോടെ സ്വീകരിക്കുന്നു. ഗതാഗത തിരക്കിൽ വീർപ്പുമുട്ടുന്ന നഗരത്തിന് നിരോധനം വലിയ തിരിച്ചടിയായിരുന്നു. പാർക്കിംഗ് പ്രതിസന്ധിയും വാഹനത്തിരക്കും കാരണം കാർ ഉപേക്ഷിച്ച് ബൈക്ക് ടാക്സികളെ ആശ്രയിച്ചിരുന്നവർ നിരോധനത്തോടെ വീണ്ടും കാറുകളിലേക്ക് തിരിഞ്ഞതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. മെട്രോ യാത്രക്കാരും വിദ്യാർത്ഥികളും പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ബൈക്ക് ടാക്സികളെയാണ്. ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിന്റെ പകുതി മാത്രം നിരക്കിൽ ലഭിക്കുന്നതിനാൽ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസമായിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് സംസ്ഥാനത്ത് നിരോധനം നടപ്പിലാക്കിയത്. ബൈക്ക് ടാക്സി അനുവദിക്കാൻ സർക്കാർ നയരൂപവൽക്കരണം നടത്താൻ തയ്യാറാകാതെ വന്നതോടെയാണ് നിരോധനം നടപ്പിലാക്കിയത്. നിരോധനം സംസ്ഥാനത്ത് മുഴുവൻ ബാധകമായിരുന്നുവെങ്കിലും ഏറ്റവും വലിയ ആഘാതം തലസ്ഥാനമായ ബംഗളൂരുവിനെയായിരുന്നു. അവസരം മുതലാക്കി ഓട്ടോറിക്ഷക്കാർ അമിത നിരക്ക് ഈടാക്കി. മൊബൈൽ ആപ്പുകൾ വഴി പ്രവർത്തിക്കുന്ന സർവീസുകളിലും ടിപ്പ് എന്ന പേരിൽ അധിക നിരക്ക് നൽകാതെ യാത്ര ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. ബൈക്ക് ടാക്സികളുടെ തിരിച്ചുവരവോടെ ഈ ചൂഷണത്തിന് വിരാമമാകുമെന്നാണ് പ്രതീക്ഷ. കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് നൽകി ബൈക്ക് ടാക്സികൾ അനുവദിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പെർമിറ്റ് ലഭിക്കാത്തതിനാൽ മുൻപ് സർവീസ് നടത്തിയിരുന്ന പലരും ഇപ്പോഴും നിരത്തിലിറങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇവരും പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണ യാത്രക്കാർ.